എന്ത് വിശേഷം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതിനെന്താ ആഘോഷിക്കണ്ടേ? ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇന്നെന്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ഇപ്പൊ ഞങ്ങള് 3:30 സമയം. ഞങ്ങൾ ഇപ്രാവശ്യം വൈകിട്ടാണ് ആഘോഷിക്കുന്നത്. സാധാരണ എല്ലാരും ബർത്ത്ഡേ ഒക്കെ രാവിലെ അല്ലേ, ഇപ്രാവശ്യം ഞങ്ങൾ വൈകിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു. കാരണമൊന്നുമില്ല, എല്ലാരും വരാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ വൈകുന്നേരം ആവും. അപ്പം വൈകുന്നേരം തന്നെ ആഘോഷിക്കാന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ഇത് നോക്കണമല്ലോ. ഇപ്പൊ വീട്ടിൽ നിന്നായാലും എല്ലാവരും വരണമെങ്കിൽ സന്ധ്യയാവും. അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് പോകാൻ പോവാണ്. കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. ബർത്ത്ഡേയുടെ തന്നെ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ വൈകിട്ടാണ് പരിപാടി, കുറച്ചും കൂടെ സന്ധ്യയായിട്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സാധനം വാങ്ങിക്കാൻ പോവാണ്. അപ്പം പിന്നെന്താ പ്രത്യേകിച്ച് അപ്പോൾ വഴിയേ എല്ലാം ബർത്ത്ഡേ വ്ലോഗ് കാണാൻ പറ്റും. അപ്പം കടയിൽ പോയിട്ടില്ല. ഗൈസ്, ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ ഡ്രൈവർ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. പോവുകയാണ്. കേക്കും സാധനം എല്ലാം വാങ്ങിക്കണം. അപ്പം എല്ലാം വാങ്ങിച്ചിട്ട് വരാം. പുതിയ ഡ്രസ് ഇട്ടേ കേക്ക് മുറിക്കത്തുള്ളൂ. പുതിയ ഡ്രസ് ഇട്ടേ കേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ജീൻസിനൊരു ടോപ്പ് വേണമായിരുന്നു. അപ്പോൾ ആ ടോപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ജീൻസിന് ഡ്രസ്സ് എടുത്ത് ബാഗിൽ വെച്ചു. കേക്ക് മുറിക്കുമ്പോൾ കാണാം ഡ്രസ്സ് എടുത്തത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാം ഏത് ഡ്രസ്സാണ്. മഴയാണോ? പിന്നെ പകുതിയായപ്പോൾ നല്ല മഴ പെയ്തു. പിന്നെ കുറച്ച് നേരം കയറി നിന്ന് മഴ തോന്നുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ മഴയായതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുൾ മഴയായത്, കുറച്ച് മഴ നനഞ്ഞു. പിന്നെ എൻ്റെ ബർത്ത്ഡേ പിക്ചർ മഴയൊക്കെ നനഞ്ഞു. മറ്റേ ഫോണുകൂടെ എടുത്തു. അപ്പം നമ്മൾ നീ അരിയാൻ പോയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. അമ്മ വന്ന് ബിരിയാണി വെക്കാം. അപ്പോഴത്തേക്ക് എല്ലാം അരിഞ്ഞൊക്കെ വെക്കാൻ പറഞ്ഞു. നമ്മളിവിടെ തുടങ്ങുകയാണ്. കാരണം നൈറ്റൊക്കെ ആയിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്കിതെല്ലാം അരിയണം. ഇതെല്ലാം അരിയാനുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാം വെള്ളത്തിലോട്ടാണ്. ഇതെല്ലാം ഇപ്പോൾ ശരവടാന്ന് അണ്ണൻ അരിയും, ഞാനല്ല. ശരവടാന്ന് അണ്ണനാണ് അരിയാൻ പോകുന്നത്. ക്യാമറയ്ക്കൊക്കെ മാറ്റിയിട്ട് വന്ന് അരിഞ്ഞു കേട്ടോ. നമ്മളതെല്ലാം ഫുൾ അരിയണം. കുറേ ജോലിയുണ്ട്. ഓക്കെ ഗൈസ്, അണ്ണൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കണം. വേഗം എന്തെങ്കിലും പറയണ്ടോ? ഉള്ളി അരിച്ചില്ലോ? അതുകൊണ്ട് കാര്യമായി. വേഗം ആവട്ടെ, സമയം പോകുന്നു. വേഗം. അമ്മ ഫുള്ള് അങ്ങോട്ടാ. സീരിയല് ടി വി കേട്ടോ. ഇതാണ് ഗൈസ് അമ്മ. ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അരിയുള്ളതെല്ലാം ഞങ്ങൾ അരി വെച്ചിരിക്കുന്നു. ബിരിയാണിയുടെ ഷെഫിനെ കാണിക്കും. ഞങ്ങളുടെ ഷെഫ് എത്തിയിട്ടുണ്ട്. ബിരിയാണി വെക്കാനുള്ള ഞങ്ങളുടെ ഷെഫ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണി വെക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഈ എണ്ണ ഒഴിക്കാം. ആദ്യം എണ്ണ ഒഴിക്കുന്നു. നമുക്ക് ക്യാരറ്റ് ബീൻസ് വറുത്ത് പോകാം. ക്യാരറ്റ് ബീൻസ് വറുത്ത് വരാൻ പോലെ അത് മാത്രം നടക്കാൻ മതി. നമ്മൾ ചായ ഇടുന്നുണ്ട്. അതെ, ചായ
അന്ന് നമ്മുടെ ബിരിയാണി ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റിയതല്ലേ. നമ്മൾ സവാള ബിരിയാണിയുടെ ചോറ് നമ്മൾ കോരിയിടുകയാണ്. നമ്മളല്ല അണ്ണൻ. ചിക്കൻ കറി എന്തായി? ചിക്കൻ്റെ ഇപ്പം ചിക്കൻ വെക്കാൻ തുടങ്ങുകയാണ് അമ്മ. കടുകിട്ടു. പണി ചെയ്യാൻ കൊണ്ട് ടേസ്റ്റാക്കി. ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ടു. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. പച്ചമുളക് ഇട്ട്. അത് മൂത്തപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പേസ്റ്റ് പോലല്ലേ അമ്മ ഉണ്ടാക്കുന്നേ? പേസ്റ്റ് പോലല്ലേ ഉണ്ടാക്കുന്നേ? അതെ, പെട്ടെന്ന് വാടിക്കിട്ടാൻ ഉപ്പ് ടിപ്സ് ആണ്. കൊച്ച് അരി ടേസ്റ്റ് ചെയ്ത് അമ്മ അരി ടേസ്റ്റ് ചെയ്ത് ചോറ് ടേസ്റ്റ് ചെയ്ത് അവസാനം തീരും തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ്. അടച്ചു വെക്കണം. നോക്കട്ടെ, അവിടെ ഇരുന്ന് നോക്കട്ടെ. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് ചതച്ച് നമുക്കിനി മസാല മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചായ പൊടി, ചിപ്സ് തക്കാളി പാത്രം കൊണ്ടില്ല നല്ലത്. ഇങ്ങനെ തക്കാളി തക്കാളി ഇടാം. മതിയോ? വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇനി നമ്മൾ ചോറ് ചിക്കനും കൂടെ ലെയറായിട്ട് ഇടാൻ പോവാണ്. അപ്പോഴത്തേക്കും എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ലെയറായിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ചൂടിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ പരിപാടി തീരും. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ കുറച്ചും കൂടെ താമസിച്ചിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി കേക്ക്, മെയിൻ സാധനം കേക്കാണല്ലോ, അപ്പോൾ ഇനി അത് വാങ്ങിക്കാൻ പോകണം. അത് വാങ്ങിച്ചിട്ട് വരണം. അപ്പം ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട്, ഫുള്ള് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് മേടിക്കാൻ പോവാണ്. അപ്പം അതും കൂടെ കഴിഞ്ഞ് നമുക്ക് കേക്ക് കട്ടി. കേക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. വേഗം വീട്ടിൽ പോയൊന്ന് മുറിക്കായിരുന്നു. ഇതാണ് കേക്ക്. റെഡ് വെൽവെറ്റ് ആണ് വാങ്ങിച്ചത്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്നുണ്ടായിരുന്നു. ഇതെല്ലാം അണ്ണൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാനുള്ള ധൃതിയിൽ, എനിക്ക് കേക്ക് ഉണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്യണം, ആ ധൃതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എല്ലാവരും വന്ന് നല്ല ഹാപ്പി ആയിരുന്നു. ഒരു
കേക്ക് കട്ടി രാത്രിയിലാക്കാമെന്ന് വിചാരിച്ചത് മെയിനായിട്ട് എല്ലാവരുടെയും ഒരു ഇത് വെച്ചിട്ടാണ് മെയിനായിട്ട് രാത്രിയിലാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏത് നിമിഷവും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അണ്ണൻ വന്ന് 24-ന് ക്യാൻഡിലൊക്കെ കത്തിച്ച് അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഞാൻ മറ്റേ സിനിമാറ്റിക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ, പറഞ്ഞിട്ട് ഇവിടുന്ന് വിടത്തോളൂ. നോക്കിക്കോ. ഞങ്ങളുടെ ബർത്ത്ഡേ ബിരിയാണി പപ്പടം ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ വെച്ചത്. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടുത്ത ബർത്ത്ഡേ നമുക്ക് ഇതിലും ആഘോഷിക്കാം കേട്ടാ. സൂപ്പറായിരുന്നു. ഇത്രയുള്ള വ്ളോഗ്. എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായമൊക്കെ പറയണം. ഓക്കെ, ബൈ ബൈ.